എന്റെ പഠിച്ചോനെ എത്ര പെട്ടെന്നാ പഞ്ചാര കജ്ജുണ്ട്. ഒരില്ലാം പഞ്ചാര കൊടുന്ന് എത്തുവാണ്. കുറേ ദിവസമായി പാത്തൂനെ കണ്ടിട്ട്. ഓളിപ്പോ ഏത് വൈക്കാണാവോ? ഈ നനച്ചുള്ളി പണി ഏറ്റെടുക്കണ തിരക്കിലേക്കാരം. ഏതായാലും ഓളെ തിരഞ്ഞൊന്ന് പോയി നോക്കുക. ഒരു ഗ്ലാസ് കൈക്ക പിടിച്ച പാത്തൂൻ്റെ അടുത്ത് നിന്ന് പഞ്ചാരയും കൊണ്ടുവരാ. കഴിഞ്ഞ ആഴ്ച ഞാൻ കുറച്ച് ചായപ്പൊടി ഓളേക്കൊന്ന് വാങ്ങിയിരുന്നു. അതോള് മറന്നാ മതി. പേരൻ്റെ ഔത്ത് കണ്ട് പോയാലെന്തോ ഒരു പണിയാണ്. ഇവിടെ കാറ്റും കൊണ്ട് ഇങ്ങനെ ഈ ചൂടത്തെ പുറത്തേക്കണ്ട നല്ലത്. എന്തൊക്കെ പാത്തുവിന്റെ കണ്ണുമാറൊക്കെ വാടിക്കണു. എത്തോ ഒരു ഇടങ്ങേറുണ്ട്. അങ്ങനെ തന്നെ വേണം ഓള ഒരു വലിപ്പത്തരം. എത്തടി കുരിപ്പ മനസ്സിനെ പേടിപ്പിച്ചിട്ടുണ്ട്. അനെ പേടിപ്പിച്ചതല്ല മാളെ. ഇജിപ്പത്താ വൈക്കൊന്നും വരാത്ത. ഞാൻ ഇപ്പം അതിന് ആ വൈക്കായിരുന്നു. എൻ്റെ മാരി ഇങ്ങനെ കുറ്റം പറഞ്ഞെടുക്കുകയെ. അല്ലെങ്കിൽ തന്നെ എൻ്റെ മക്കൾ എന്നെ ചീത്ത അറിയുന്നുണ്ട്. നിങ്ങൾ ആയിഷാത്താൻ്റെ കൂടെ നടന്നുകാണ്ടാണ് ഉള്ള കുറ്റും കുറവൊക്കെ നോക്കൽ തുടങ്ങിയത്. ഞാൻ ഒരാളെ കുറ്റം പറയില്ല. അന്നെ കാണാനുള്ള പൂതിയോണ്ട് ഇങ്ങോട്ട് പോന്നതാണ് ഞാൻ. എന്നെ കാണാൻ എനിക്ക് ഭയങ്കര പൂതി തന്നെയാണ്. ഇജ്ജ് പഞ്ചാര കജ്ജുമ്പോളോ ചായപ്പൊടി കജ്ജുമ്പോളോ ഇജ്ജിൻ്റെ അടുത്തേക്ക് മണ്ടി വരുള്ളൂ. ഇന്നിപ്പോൾ എത്തിനാ ഇജ്ജ് വന്നക്കണ്ട്? ആ പഞ്ചാരക്ക്. അതിന് മുന്നേ കൊണ്ടായ ചായപ്പൊടി ഇജ്ജ് ഇങ്ങോട്ട് കൊടുന്നേക്കണം. എന്റെ അമ്മേ, അന്ന് ജാടിനെ വെള്ളം കാട്ടാൻ വേണ്ടി പോയപ്പോ എന്റെ മരോളൊക്കെ ഞാൻ കൊടുത്തു. ആരടുത്ത് കൊടുത്തു? എന്റെ ഒറ്റ മരോള് ചോളേക്ക. മരോളൊക്കെ എന്ന് പെയ്ക്കണു ഇവിടുന്ന്. ഇവിടെ തരാൻ വിചാരിച്ചിട്ടില്ല. അല്ലടി പാത്തോ, ഇവിടുത്തെ നനച്ചുള്ളിപ്പണിയൊക്കെ ഇപ്പൊ കഴിഞ്ഞാ? പൊന്നാരാഴ്ചയോ അതിൻ്റെ കഥ ഒന്നും പറയണ്ട. ഇജ്ജ് വന്നപ്പോൾ കണ്ട ഞാൻ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. ആ നനച്ചുള്ളിപ്പണിൻ്റെ കാര്യം ആലോചിച്ചിട്ട് തന്നെ. പൊന്നാര മളെ ഒരു മരോളുള്ളത് എല്ലാ നനച്ചുള്ളിൻ്റെ കുറച്ച് ദിവസം മുന്നേ ഓളോളെ പെരീക്ക് ഊരവേദനയാണ് കാലുവേദനയാണ് പറഞ്ഞാണ്ട് പോവും. എന്റെ മോനോ? ഓന് അതേ മരുന്നടി. ഓൻ പെങ്കുവന്തനായപ്പോ? ഓനിപ്പോ ഓളെ വെയ്ത്തലാണ്. അപ്പൊ ഓൻ തിരിഞ്ഞു. എടി ഞാൻ എൻ്റെ റിയാസിനൊക്കെ എങ്ങനെ കൊണ്ടിടുന്നതാ. പൊന്നെ കരളെ ചങ്കേന്ന് പറഞ്ഞല്ലേ ഓനെ ഞാൻ കൊണ്ടിടുന്നത്. പെണ്ണിങ്ങോട്ട് കെട്ടിയേക്ക ഓൻ്റെ സ്വഭാവം ഇങ്ങോട്ട് മാറി. ഇപ്പോൾ ഓളെ മൂട് മണപ്പിച്ച് നടക്കാവോ ഓന്. അല്ല അയച്ചു ആ കാര്യത്തിലൊക്കെ എനിക്ക് നല്ല സുഖമാണ്. 2-3 മരക്കളുണ്ടല്ലോ നനച്ചുള്ളിപ്പണി എടുക്കാനും എല്ലേതും ചെയ്യാനും. എനിക്ക് ഓല് വെച്ചുണ്ടാക്കി ഇതിങ്ങോട്ട് തിന്നക്കാണ്ട് കാലും നീട്ടിയിരുന്നാൽ മതി. 2-3 മരക്കളുള്ളോട്ട് അവസ്ഥ നമുക്ക് അറിയില്ലല്ലോ. ആയിട്ടൊക്കെ ഉടായിപ്പാണി. ഇച്ച് കിട്ടിയ 3 ഉടായിപ്പാണ്. വല്ലാത്തൊരു ഇടങ്ങാറില്ല ഞാൻ പെട്ടത്. നനച്ചുള്ളിന്റെ കഥ പറ്റാച്ചാലേ നാട്ടുകാര് കാണാൻ വേണ്ടിയിട്ട് ഓല് ജനവാതിലും പുറത്തുള്ളതൊക്കെ അങ്ങനെ തേച്ചു മോറും. ഔത്തത്തെ കഥ പിന്നെ പറയണ്ട. അത് ഞാൻ ഉണ്ടിത്തള്ളി ഞാൻ തന്നെ എടുക്കണം. തന്നെടി എൻ്റെ മരക്കൾ 4 ആള് കാണാനേ എടുക്കുന്നുണ്ടല്ലോ. ഇവിടുത്തെ ഒരു മജ്ജത്തി തിന്നുക കിടന്നുറങ്ങുക അതന്നെ. എടി നമ്മളിങ്ങനെ താന്ന് കൊടുത്ത് തണുത്ത് കോച്ച് നിന്നിട്ടാണ് ഈ മരക്കളൊക്കെ നമ്മളെ അമ്മായിമാരെ ചവിട്ടി തോറുണ്ട്. ശരിയാണ് ഇജ്ജ് പറഞ്ഞത്. അഞ്ഞി അങ്ങനെ വിട്ടാ പറ്റൂലപ്പം. അത് ഒന്നെങ്കിൽ നമ്മളെ മക്കളെ നമ്മൾ ഗതിയെടുത്ത്, അല്ലാഞ്ഞാൽ ഐറ്റങ്ങളെ ഗതിയെടുത്ത്. ഏതായാലും എൻ്റെ മോൻ റിയാസ് പെണ്ണുങ്ങളോടൊന്ന് കെട്ടുമാറാപ്പൊക്കെ എടുത്ത് ഇന്ന് വരും. ഇന്ന് ഓനെ കൊണ്ടൊന്ന് തേച്ച് വരപ്പിച്ച് നന്നാക്കിച്ചണം. എന്നാലേ ഓൻ വരൻ്റെ കൊല്ലെങ്കിലും ഓളം കെട്ട് നനച്ചുള്ളിപ്പണിക്ക് തന്നെ എടുക്കാൻ ആയിക്കോളൂ. അത് ചെയ്യാം. നോക്കിയിട്ട് കാര്യമില്ല മോളെ. ഇപ്പത്തെ മരക്കളൊന്നും നമ്മളെ നോക്കൂല. അയച്ചോ ഇജ്ജ് പെയ്ക്കോടി, എന്റെ മോൻ വരുന്നുണ്ട്. കുറച്ചും കൂടി വർത്താനം പറയാം. ഇജ്ജ് പെയ്ക്കോ. അല്ലെങ്കിൽ തന്നെ എന്റെ മോൻ പറയുന്നുണ്ട് ആയിച്ചാത്തി നിങ്ങളും കൂടി എന്റെ പെണ്ണുങ്ങളെ കുറ്റം പറഞ്ഞു നിൽക്കണേന്ന്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അവന്? എന്നാ പോണിന് മുന്നേ ഒരു ഗ്ലാസ് പഞ്ചാര ഉണ്ടോ? പഞ്ചാരേ ഉണ്ടാ പെയ്ക്ക അവിടുന്ന് കൊണ്ടുണ്ട്. മുയ് വെജ്ജന്നെ കൊണ്ടുണ്ട്. പൊന്നാര മളെ ജി പിസ്കത്തരൊക്കെ ഒന്ന് ഒഴിവാക്കജ്. അതിന്റെ വീടി പെയ്ക്കാണ്ട് കുറച്ച് ഒരു ചാക്ക് പഞ്ചാരണ്ട് എടുത്തോ. എടി എന്റെയൊക്കെ കായില്ല കുട്ടികളെ. ആ എന്റെയൊക്കെ കായ് ഉണ്ടാവില്ല, പുക ഉണ്ടാവില്ല.
വില കൂടിയിട്ടാടി ഇജ്ജ് കായിന്റെ വർത്താനം പറഞ്ഞപ്പോൾ എന്റെ മുണ്ടിന്റെ തലക്കല് തരാം 50 റുപ്യ കെട്ടിച്ചു ആയിക്കോട്ടെ. പോയടി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എത്തിനെ പോന്നു. എത്തങ്ങളെ മൂന്ത കടന്നല് കുത്തിയ മാതിരി. കടന്നല് കുത്തി. എന്തേ? കുറച്ച് മഞ്ഞൾ അരച്ചിങ്ങോട്ട് കൊണ്ടാ എന്റെ കൗളിൽ ഇങ്ങോട്ട് തേച്ചോണ്ടോ. ചെത്ത ഈറുണ്ടാവും. ഞാൻ കുഞ്ഞോളോട് പോയി വരുമ്പോ ഉണ്ടാവുന്നതാണ് നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ. എടാ നാട്ടുകാര് മുഴുവൻ പറയണില്ല ജി പെണ്ണുങ്ങളോടെ പോയി നിന്നിട്ട്. അവിടുത്തെ നാട്ടുകാർ ഇവിടുത്തെ നാട്ടുകാരെ മാതിരിയല്ല. ഞാൻ കുറച്ച് ദിവസം വരാതായാലും എന്നെ ചോദിച്ചറിയണല്ലോ. നന്നായി. 2-3 ദിവസം ആയല്ലോ ഇജ്ജ് ഇവിടുന്ന് പോയിട്ടേ. എത്താപ്പ എന്റെ സ്വർണ്ണക്കാട്ടന്റെ വർത്താനം? എത്തിനാ അമ്മ ഓളെങ്ങനെ നിങ്ങൾ കളിയാക്കുന്നുണ്ട്? ഓൾക്ക് വെജാഞ്ഞിട്ടല്ലേ ഞാൻ ഓളെ പെരി കൊണ്ടാക്കിയത്. ഇങ്ങളെ പ്രശ്നത്താ കുഞ്ഞോള് നനച്ചുള്ളിപ്പാണി എടുക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വരണം. അത്രല്ലേ ഉള്ളൂ. കുഞ്ഞോക്ക് വെജ, അതുകൊണ്ട് ഞാനാണ് നനച്ചുള്ളിപ്പാണി എടുക്കുന്നത്. ആദ്യം പറയാൻ പഠിച്ചത് നനച്ച കുളിപ്പണി അല്ലേ? ഇത് വൃത്തി വേണ്ട, പേരെ വൃത്തിയാക്കിയാൽ മതി. എന്നാ അങ്ങോട്ട് പോരെ. അങ്ങോട്ട് നടക്കി ഞാൻ എടുത്തോളാം. നിങ്ങൾ വിട്ടിക്ക് മാറുന്നാളി ഈ ഞാൻ തന്നെ ഈ പണി മുഴുവെടുക്കും. ആദ്യം ബൾക്കന്നെ ആയിക്കോട്ടെ. വെക്കടന്റെ വിളക്ക് അവിടെ അലാവുദ്ദീൻ അത്ഭുത വിളക്ക്. അത് അതിച്ചറിയമ്മ, അത്ഭുത വിളക്കല്ലാന്ന് വെച്ചറിയാം. എന്റെ വാപ്പ എന്നെ കെട്ടിക്കൊടുന്ന അന്നത്തെ വിളക്കാണത്. ഇത് വെളുക്കാത്ത് എന്റെ പെണ്ണുങ്ങളെ കാണാൻ പോയപ്പോ കറുത്തിട്ടേന് കെട്ടിക്കൊണ്ടിരുമ്പോ ഇജ്ജ് വെളുക്കുന്ന് പറഞ്ഞു. വെളുത്താ ഇതാണ് നിക്കട്ടെ. വേറെ തേക്കണ്ട് തേച്ചോറാന് വീട് കൊണ്ടുപോയി. അല്ല ഇജ്ജിപ്പൊ നനച്ചുള്ളിന്ന് വിചാരിച്ചത് ഈ വിളക്കവും ആട്ടപാത്രവും മൺചട്ടിയൊക്കെ തേച്ചോറാന്നാ? എന്നാ അതല്ല, അല്ലാത്തന്നെ കൊറേ പണിയുണ്ട്. ഇത് ഞാൻ വെളുപ്പിച്ച് മനെ സന്തോഷിപ്പിച്ചു. നോക്കിക്കൂടി ഒന്നാര മനെ നാളെ പുട്ടിടാൻ പറ്റുമോ? അത് മെല്ലണ്ടോ വരച്ചൂടെ? എന്റെ പഠിച്ചോനെ എന്നാലും ഈ സ്വഭാവം വെച്ച് ഒരു മരക്കോളും ഇവിടെ നിൽക്കൂല. എന്നെ അവളെ പോയി കൊണ്ടുവരട്ടെ, പണിയാവും. അല്ലമ്മ, ഈ കുപ്പിയൊക്കെ വലിച്ചെറിഞ്ഞാൽ നമുക്ക് പുതിയത് കൊടുന്നാലോ? എന്നോട് വല്ലാതെ ചിലക്കണ്ട. അല്ല ഞാൻ വലിച്ചെറിഞ്ഞിട്ടില്ലല്ലോ. വേണ്ടല്ലേ. പഠിച്ചോനെ മേൽക്ക് നോക്കാൻ പറ്റിയ മാറലോണ്ട് 5 കളി. ഇനി ഓടെടുത്ത് കാണി എന്നെ കൊണ്ട് കേൾക്കാൻ പറയാമോ? എങ്ങനെയെങ്കിലും ഇപ്പൊ ഇവിടുന്ന് കഴിച്ചിലാവണം. കുഞ്ഞോളെ കുറ്റം പറഞ്ഞിട്ടായാലും വേണ്ടില്ല, ഇവിടുന്ന് കഴിച്ചിലാവണം. എത്ര ആലോചിച്ചിട്ടുണ്ട്? അല്ല ആലോചിച്ചല്ലേപ്പാ, ഞാൻ എടുക്കണേ, പണി എടുത്തോണ്ടിരിക്കണേ. അല്ലമ്മ, ഞാൻ ഇങ്ങനെ ആലോചിച്ചണേ, എല്ലാ നോമ്പിന്റെ നനച്ചുളിക്കും അല്ല നനച്ച കുളിക്കും കുഞ്ഞോള് മുങ്ങാണ്. എപ്പോഴാ എനിക്ക് മനസ്സിലായത്? ഇച്ചിപ്പോഴമ്മ മനസ്സിലായത്. ഓള് കണ്ടറിഞ്ഞു കണ്ട് എന്നോട് പറയണേ ഈ ചൂരവേദനയാണ് മറ്റേതാണ് അറിയും. ഞാനത് കേട്ടിക്കാണ് കൊണ്ടാക്കി കൊടുക്കോളെ പെരിയില്ലേ. ആ നൊണച്ചില്ലേ? ആ അമ്മ, ഞമ്മക്ക് പോലെ ഉള്ളുകളിയാളും അറിയില്ലല്ലോ. പെണ്ണുങ്ങളെ അവസ്ഥ അതാണ്. ഓൾ എന്നെ പറ്റിച്ചു. ആ ഞാനേ 2:30 ഒരു ബസ് ഉണ്ട്. ആ ബസ്സിൽ പോയിട്ട് ഞാൻ ഓളാണ് കൂട്ടിക്കൊണ്ടിരട്ടെ. ഓളപ്പ അങ്ങനെ വിട്ടാ പറ്റൂലെങ്കിലും എനിക്ക് വിവരം വെച്ചല്ലോ. എന്റെ അമ്മ അങ്ങക്ക് കേക്കണ. ഓളമ്മനോട് പറഞ്ഞിട്ട് ഞാൻ കേട്ടതാണ്. ഓള് പറയണ, അമ്മ ആരാന്റോടെ പണിയെടുത്ത് കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. അവനാന്റോടെ പണിയെടുത്ത് കൊടുത്തിട്ടേ കാര്യമുള്ളൂ. അവനാന്റെ അമ്മാനി ബാപ്പാനാണ് നോക്കേണ്ടത്. ഓൾ അതും പറഞ്ഞ? ആ ഓള് പറയാ. ഓൾക്കിന്റെ സ്വഭാവമൊക്കെ അറിയില്ല. ആ നിങ്ങൾ സ്ട്രിക്റ്റ് ആവാൻ നോക്കി. നിങ്ങളിങ്ങനെ തണുത്ത് കോച്ചൊരു അമ്മായി ആവില്ല. ചൂടോള് കണ്ടിട്ടില്ല. എന്നാ ഇപ്പൊ തന്നെ ബേക്ക കൂട്ടി കൊണ്ടുവരാം. നമ്മ ഞാൻ അവളെ കൊണ്ടുവരാൻ പോവട്ടാ. ബസ്സിന് പൈസ ഉണ്ടെങ്കിലൊക്കെ 3 ദിവസം മുപ്പിട്ട് ജോളോർക്ക് പോയിനല്ലോ. അപ്പൊ ആരാ എനിക്ക് കൈയൊന്നു? എന്റെ കൈയില്ലേ? പാത്തൂനോടാ അവന്റെ കളി. മക്കളി മരക്കളൊക്കെ പാഠം പഠിപ്പിച്ചാൽ ഇച്ചറിയാം.
ഇങ്ങനെയാണ് നന്നാക്കൽ കേട്ടാ. ഓൻ്റെ എണ്ണിയാളെ വീഡിയോ കണ്ട് ഇന്നും മുങ്ങണ കുറേ ആൾക്കാരുണ്ട്. പൊന്നാര മക്കളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ്. എന്നെ കൊണ്ട് കുറേ വർത്താനം പറയിപ്പിച്ചല്ലേ. എൻ്റെ മോനെ പഠിപ്പിച്ചണമാരെ ഇച്ച് ഇങ്ങളെയും പഠിപ്പിച്ചാൽ നല്ലോണം അറിയാം.